ഹെഡ് വീണാൽ ഇത് ഞാൻ കഴിക്കും, പക്ഷെ ടെയിൽ വീണാൽ നീ ഇത് കഴിക്കാനും പാടില്ല. മനസ്സിലായോ? സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ഇതില് ഞാൻ തന്നെ ജയിക്കും. ടെയിൽ വീണു, അതിന്റെ അർത്ഥം നീ ഇത് കഴിക്കാൻ പാടില്ല. എന്തായാലും നീ കഴിക്കാത്ത സ്ഥിതിക്ക് ഇത് കളയാനും പാടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ കഴിക്കാം. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഈ കേക്ക് നിന്റെയാണ്, ഇതിൽ ചേർത്ത മുളകൊടി നിന്റെയാണ്. ഇനി ഇവിടുത്തെ ചുമറിനോട് പോയി കുറച്ചേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വന്നാ മതി. അതെ പിള്ളേരെ, എന്റെ പഴയ കോളേജ് മേറ്റിന്റെ പേരാണ് പാച്ചു. 40 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച ഇളനീര് നീ തട്ടിപ്പറിച്ച് വാങ്ങിച്ചു കുടിച്ചു. കിറ്റി, ഞാനൊരു കഴുതയാണ്. പക്ഷെ എന്റെ സംശയം എന്താന്ന് വെച്ചാ, നീ ഖന്ന സാറിന്റെ ഒപ്പം എങ്ങനെയാ സമയം ചെലവഴിക്കുന്നേ? നിനക്ക് വിവരവും വിദ്യാഭ്യാസം ഉള്ളതല്ലേ? എന്റെ പിള്ളേരെ, ട്രാക്ടർ ഓടിക്കുമ്പോ സൈലൻസർ ഉണ്ടാവുന്ന ഒച്ചയാണ് ഭട്ട് ഭട്ട് ഭട്ട്. കിറ്റി UK പോവുകയാണ്. അവളുടെ കയ്യിലുണ്ട് കുറച്ച് എക്സ്ട്രാ ടിക്കറ്റ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. കുറെ നാളുകൾക്ക് ശേഷമാണ് കറങ്ങാൻ ഒരു അവസരം കിട്ടുന്നത്. ദൂരസ്ഥലങ്ങളിലേക്കൊന്നും പറന്ന് യാത്ര ചെയ്യാത്തതുകൊണ്ട് എന്റെ ചിറകുകൾ ലോഹം പോലെയായി. ഇനി നമുക്ക് അടിച്ച് പൊളിക്കാം, പോകാം UK. സംശയമുണ്ടോ? അതെ, നമുക്ക് ആദ്യം മാളിൽ പോയി ട്രിപ്പിന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാം. അത് ശരി, UK ഞാൻ മാത്രമേ പോകൂ. കാരണം പൂച്ചകളിൽ എനിക്ക് മാത്രമേ സ്റ്റാൻഡേർഡ് ഉള്ളൂ. കിറ്റി, ഐ ആം കമ്മിങ്. എന്നെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങളുടെ കണ്ണ് കണ്ടല്ലറിയാം, നിങ്ങളൊക്കെ ഞെട്ടിയിരിക്കുകയാണെന്ന്. ആവശ്യത്തിന് സൗന്ദര്യമുണ്ട്. താങ്ക്സ് ഗോഡ് ഫോർ ഗിവ് മീ ദിസ് ക്വാളിറ്റി ഓഫ് ഫർ. ചേഞ്ച് ചെയ്യേണ്ടത് സൈസ് ആയിരുന്നു, ജെൻഡർ അല്ല. കണ്ണാടിയിലേക്ക് നോക്ക്. ഇതൊക്കെ ചെയ്തതേ ആ സണ്ണി ആയിരിക്കും. ഇന്ന് അവന്റെ കാര്യം പോക്ക. ഇതെന്തായാലും കൊള്ളാം സണ്ണി. കണ്ടിട്ട് ഹൊറർ പിക്ചറിലെ വില്ലനെ പോലെ തന്നെ ഉണ്ട്. ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോവുകയാണ്.
ഇത് കാണുമ്പോ എനിക്കൊരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്നത്. രാജാവിന്റെ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും രാജാവാകാൻ പറ്റില്ല. അതിനിത് പഴഞ്ചൊല്ലൊന്നും അല്ലല്ലോ. പഴഞ്ചൊല്ലായിരിക്കില്ല, പക്ഷെ സോർദാറിന്റെ സ്യൂട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞപ്പോ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ തന്നെ വേണം. എന്ത്? ഇത് ഞാൻ പറഞ്ഞ ഹെയർ സ്റ്റൈൽ അല്ലല്ലോ. ഈ ഫോട്ടോ ആരാണ് വെച്ചത്? എടോ, ഉടൻ തന്നെ എന്റെ ഹെയർ സ്റ്റൈല് സ്റ്റൈലാക്കി മാറ്റ്. ഞങ്ങൾക്ക് നല്ലൊരു ക്യാമറ വേണം, ഒരു ട്രിപ്പിന് പോകുമ്പോ കൊണ്ടുപോകാനാ. അതിനെന്താ ചേട്ടാ, ഒന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം വിറ്റുപോയി. ദാ പിടിച്ചോ. ബണി, ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോ എടുക്കൂ. എടാ, അവസാനത്തെ പീസായിരുന്നു. അതുകൊണ്ടാണല്ലോ അത് ഞങ്ങൾ എടുക്കുന്നത്, നിനക്ക് തരില്ല. അയ്യോ, ദാ, മിക്കവാറും ഞങ്ങളുടെ കയ്യിൽ നിന്ന് നീ രണ്ടെണ്ണം കൊണ്ടേ പോകും. സംശയമുണ്ടോ? സാധനങ്ങൾ കൊണ്ട് നേരെ വീട്ടിലേക്ക് പോകാം. UK, ഫോറിൻ കൺട്രി, അടിച്ചു പൊളിക്കാം. എന്റെ പിള്ളേരെ, ദിവസം ബാറ്റ് കൊണ്ട് നമ്മൾ 100 കൊതുകുകളെ കൊല്ലുന്നു. UK പോകാൻ വേണ്ടി നിങ്ങളെല്ലാം തയ്യാറായെന്ന് തോന്നുന്നു. അടി സൂട്ട് കേസ്, സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്ക്. അരമണിക്കൂർ യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാ വാങ്ങിച്ചു കൂട്ടിയത്? എന്താ അരമണിക്കൂറോ? അരമണിക്കൂർ കൊണ്ട് നമ്മൾ 1/2 കിലോമീറ്റർ പോലും താണ്ടില്ല. ഇവിടെ നിന്ന് ഒരുപാട് ദൂരമല്ലേ ഫോറിൻ UK? ആരാ പറഞ്ഞത് ഫോറിൻ UK ആണെന്ന്? UK എന്ന് പറഞ്ഞാൽ ഉത്തർ കിഷോർ ഖണ്ഡ്. ഉത്തർ കിഷോർ ഖണ്ഡോ?
എടാ പണി എന്നാ പിടിച്ചോ കാശ്. നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഞാൻ തന്നെ വാങ്ങിച്ചോളാം. കിറ്റി, ഒരു ടിക്കറ്റ് എനിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കണേ. ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. സണ്ണി പറയുന്നത് കേൾക്ക്. UK ആണെങ്കിലും ഉത്തർ കിഷോർ കണ്ടാണെങ്കിലും നമ്മൾ ഒരുമിച്ചാണെങ്കിലും അടിച്ചു പൊളിച്ചിരിക്കും. ഞാൻ ഒരു ശല്യവും ഉണ്ടാക്കില്ല. എന്നെ നിങ്ങളൊപ്പം കൂട്ടിക്കോ പ്ലീസ്.